അപ്പൊ യേശുവിന്റെ അടുക്കൽ വരാൻ യോഗ്യതയില്ലാത്ത ഇവൾക്ക് യേശുവിന്റെ അടുക്കലേക്ക് വന്നത് വെറുതെ അല്ല, ഇവൾക്ക് നന്നാകാൻ ഒരു ആഗ്രഹമുണ്ടായി. കാരണം ജീവിതത്തിന്റെ സുഖമൊക്കെ ഇവൾ ഒരു പരിധിവരെ അനുഭവിച്ചു. ഇവൾക്ക് മനസ്സിലായി ഈ പാപസുഖം ജീവിതത്തിന്റെ അകത്ത് ലക്ഷ്യം തരുന്നതല്ല. പാപത്തിന്റെ സുഖം താൽക്കാലികമാണ്, എന്നാൽ നിത്യത വരെ പിന്തുടരുന്ന സന്തോഷം യേശുവിലൂടെ മാത്രമാണെന്ന് മനസ്സിലാക്കിയ മറിയ അവൾ ഒരു ദിവസം തീരുമാനിച്ചു, ഞാൻ പാർക്കുന്നത് ഗലീലയിലെ പ്രസിദ്ധമായ മഗ്ദലം എന്ന് പറയുന്ന പട്ടണത്തിലാ. എനിക്ക് സ്വാധീനമുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് എല്ലാ നിലയിലും സൗകര്യമുള്ളവളാണ് ഞാനിപ്പോൾ യേശുവിന്റെ കാൽക്കൽ പോയി കരയേണ്ട കാര്യമുണ്ടോ? അവൾക്ക് മനസ്സിലായി, ഈ ഭൂതശക്തികൾ എന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂതശക്തികൾ 7 ഭൂതങ്ങളായി എൻ്റെ അകത്തുള്ളത്. ഈ 7 നിലവാരത്തിൽ എന്നെ വല്ലാതെ സ്തോത്രം സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. അരുതാത്തത് പറയിപ്പിക്കുന്നു, അരുതാത്തത് ചെയ്യിപ്പിക്കുന്നു, അരുതാത്തത് എന്നെ കൊണ്ട് കേൾപ്പിക്കുന്നു, അരുതാത്തത് എന്നെ കൊണ്ട് കാണിക്കുന്നു. അരുതാത്തതിന് ഞാൻ എന്നെ തന്നെ, എന്റെ ശരീരം തന്നെ ഞാൻ വിട്ടുകൊടുക്കുന്നു. ഇതിന്റെ പിറകെ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, എനിക്കൊരു വിടുതൽ വേണം. പക്ഷെ ഭൂതം സമ്മതിക്കുന്നില്ല, ഭൂതശക്തികൾ സമ്മതിക്കുന്നില്ല എനിക്കൊന്ന് വിടുതൽ പ്രാപിക്കാൻ. അവൾക്ക് മനസ്സിലായി, ഇതുവരെ വിടുതൽ പ്രാപിക്കാൻ കഴിയാത്ത നിലയിൽ ഞാൻ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് വിടുതൽ തരുന്ന ഒരു സന്നിധിയുണ്ട്. അത് കർത്താവിന്റെ കാൽക്കലാണ്. ആ കർത്താവിന്റെ കാൽക്കൽ വന്നാൽ എനിക്ക് വിടുതൽ ഉണ്ടാകുമെന്ന് അവൾ മനസ്സിലാക്കി. അവൾ യേശുവിന്റെ അടുക്കൽ വന്നു.